ഇന്ന് എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് ഒരാൾക്കൊരു മുണ്ട് കൊടുക്കണം എന്നുള്ളത്. ഈ ഒരു മുണ്ട് കൊടുക്കാനായിട്ട് ഞാനിങ്ങനെ നോക്കിയിരുന്നപ്പം ഞങ്ങളുടെ ചെനി ഫ്ലവേഴ്സിൻ്റെ അടുത്തൊരു ടീ ടൈം റെസ്റ്റോറൻറ്റ് ഉണ്ട്. സാധാരണ എല്ലാ എൻ്റെ ഇൻ്റർവ്യൂ എനിക്ക് വരുന്നത് ഒരു ഹൈഫൈ ആൾക്കാരാണിത്. സോ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് നമ്മുടെ ഒരു കഫറ്റീരിയ നടത്തുമ്പം എന്തെല്ലാം പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ പല കുറ്റങ്ങളും പറയും. അത് ചോദിക്കുന്നതിന് മുമ്പായിട്ട് മുസ്തഫയ്ക്ക് ജെനി ഫ്ലവേഴ്സിൻ്റെ വക ഓണത്തിൻ്റെ വക ഒരു മുണ്ട് സമ്മാനിക്കും. പുള്ളിയുടെ പേര് മുസ്തഫയാണ്. ക്യാമറയ്ക്ക് ഒത്തിരി ആദ്യമായിട്ടാണെന്ന് തോന്നുന്നല്ലേ വരുന്നത്? തീർച്ചയായും ആദ്യമായിട്ടാണ്. ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് കഫറ്റേരിയ സെക്ഷൻ തിരഞ്ഞെടുത്തത്? നമുക്കറിയാവുന്ന ഒരു ഫീൽഡ് ആയതുകൊണ്ട് ഏറ്റവും ഫസ്റ്റില് ദുബൈയിൽ വന്ന തന്നെ കഫറ്റേരിയയിലാണ്. ആ കഫറ്റേരിയനെ പറ്റിയിട്ട് അറിയാവുന്നത് പോലെ നമുക്ക് വേറൊരു ഫീൽഡിനെ കുറിച്ചിട്ട് നമുക്ക് കൂടുതൽ അറിയില്ല. അപ്പൊ ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരു ഫീൽഡിലാണല്ലോ നമ്മള് അതിനെ കുറിച്ചിട്ടാണല്ലോ നമ്മളൊരു ബിസിനസ് തുടങ്ങേണ്ടത്. നമ്മുടെ സിനിമയിലും നമ്മുടെ ഫേസ്ബുക്കിലും ഒക്കെ എപ്പോഴും വലിയ വലിയ ആൾക്കാർ പറയുന്നത്, അയ്യോ ഞങ്ങളെ കഫറ്റേരിയയിൽ പണിയെടുത്തവരെല്ലാം ഭയങ്കര ദുഃഖത്തിലാണ്, പ്രായമാകുമ്പോൾ ആരുമില്ല നോക്കാൻ, വീട്ടുകാരില്ല, അവരില്ല, ഇവരില്ല, ഇവിടെ അങ്ങനെ ബുദ്ധിമുട്ടാണ്, ഇങ്ങനെ ബുദ്ധിമുട്ട്. ഇതൊക്കെ സത്യമാണോ ശരിക്കും? അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. എല്ലാ ബിസിനസ്സിലും അതിൻ്റെതായിട്ടുള്ള ഒരു പിന്നെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാവും. മനസ്സിലായൊരു എല്ലാ VIP-കളുടെ ബിസിനസ്സിലും ഇപ്പൊ ജെനി ഫ്ലവേഴ്സിലും ബുദ്ധിമുട്ടുണ്ടാവും. കഫറ്റേരിയക്കും അതേ കാണുന്നുള്ളൂ. അതിങ്ങനെ എക്സാഗ്രേറ്റ് എന്തിനാ ചെയ്യുന്നത്? ഇതെന്തിനാ അങ്ങനെ പറയുന്നത്? നല്ല കാര്യം പറഞ്ഞൂടെ? ഒരു കഫറ്റേരിയ നടത്താനായിട്ട് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ട്, അത് എല്ലാ ബിസിനസ്സിലും ഉണ്ട് അല്ലേ? എന്താണ് നിങ്ങളുടെ വൈകുന്നേരം കഴിക്കാനാണ് ഞാൻ അവിടെ പോകാറുള്ളത്. അവിടുത്തെ പരിപ്പുവടയോ എന്തോ സമൂസ എന്താണ് ഇമ്പോർട്ടൻ്റ് അവിടുത്തെ? നമ്മളെ ഏറ്റവും വലിയ ഫേമസ് ആയിട്ടുള്ള സാൻഡ്വിച്ചുകളാണ്. സാൻഡ്വിച്ച്, ചില്ലി സാൻഡ്വിച്ച്, ചില്ലി പൊറോട്ട സാൻഡ്വിച്ച്, അതുപോലെ തന്നെ ജ്യൂസുകൾ, സ്നാക്സുകൾ. നമ്മൾ ഓരോന്നും ഉണ്ടാക്കുന്നതിന് ഓരോന്നിനും ഒരു ചില പ്രാധാന്യങ്ങളുണ്ട്. അതിൻ്റെതായ ക്വാളിറ്റി കീപ്പ് ചെയ്തിട്ട് കൊണ്ടുപോകുന്നു. സ്കൂള് ക്ലോസ് ആയിട്ട് ആൾക്കാർ കുറവായിരിക്കും അല്ല? അതോ സ്കൂള് ക്ലോസ് ചെയ്തുകൊണ്ട് കുറച്ചൊരു ചെറിയൊരു ഇതുണ്ടെന്നാണ്. ഇനി ഞാൻ എന്ത് പറയട്ടെ, ഈ സിനിമയിലും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇത് മാത്രം കഫറ്റേരിയ ജീവനക്കാരൊക്കെ ഇങ്ങനെ അങ്ങേറ്റം അങ്ങനെയൊക്കെ ഉണ്ടോ? ശരിക്കും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെയുണ്ട്? ഇല്ല, അതെല്ലാം കുറെ കഥകളാണെന്ന് എനിക്ക് തോന്നുന്നു. അതെ അല്ലേ? ഒരു കഫറ്റേരിയ ഫീൽഡ് എന്ന് പറയുമ്പോൾ ഒരു ഭക്ഷണശാല, ഒരു കുറച്ച് പെരങ്ങൻ്റെ ഒരു ഇതാണല്ലോ. അതുകൊണ്ട് അങ്ങനെ ഒരു ആക്കി തീർത്തതാളി എന്നുള്ളൊരു ചിന്തയാണ് എനിക്കുള്ളത്. വലിയ വലിയ ആൾക്കാർ ഇന്റർവ്യൂ ചെയ്യണതും ഈ ഇന്റർവ്യൂ ചെയ്യണ സെയിം ആണത്. നമ്മള് വലിയ 5 സ്റ്റാർ ഹോട്ടലിൽ ഇരുന്നിട്ട് വലിയ വലിയ ആൾക്കാർ തിന്നുന്നത് ഉണ്ടാക്കുന്നത് ഇവരാണത്. ഇവർക്ക് 24 മീൻസ് ഹോളിഡേയ്സ് ഇല്ല, പക്ഷെ ഹോളിഡേയ്സ് ഒക്കെ കൊടുക്കും അല്ലേ? ഹോളിഡേയ്സ് അവർ എൻജോയ് ചെയ്യും. പക്ഷെ നമ്മളൊന്ന് ചിന്തിക്കേണ്ടത്, ഇവരുണ്ടാക്കുന്ന ഭക്ഷണം നമ്മൾ കഴിക്കണത്. അപ്പൊ ഇവരെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഈ കഫറ്റേരിയ വർക്കേഴ്സ് അവർ ബുദ്ധിമുട്ടിലാണ്, അവർ ചൂടിലാണ്, ആനയാണ് പൂനെയാണ് അങ്ങനെ പറയേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ VIP ബിസിനസ്സുകാരും ഇവരും ഒരേ ലെവലിൽ തന്നെയാണ്. ദുബായിൽ എല്ലാവർക്കും ഒരേ പ്രാധാന്യമാണ് കൊടുക്കുന്നത്. ഒരേ റൂൾസും ഒരേ നിയമങ്ങളും നടപടികളും. അതിൽ ഏറ്റക്കുറച്ചിലുണ്ടാവും അല്ലേ? ഒത്തിരി നിയമങ്ങൾ നിങ്ങൾക്ക് എപ്പോഴും ചെക്കിങ്ങും. അങ്ങനെയൊന്നുമില്ല. മുനിസിപ്പാലിറ്റി വരും, അവരവരുടേതായിട്ടുള്ള കാര്യങ്ങൾ പറയും, അതുപോലെ നമ്മൾ കീപ്പ് ചെയ്ത് പോയാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ. ഇനിയിപ്പം ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾ 4 മണിക്കാണ് തുറക്കുന്നത്, നിങ്ങൾ എത്ര മണിക്ക് രാവിലെ തുറക്കുന്നത്? രാവിലെ 5 മണിക്ക്. 5 മണിക്ക്. നോക്കൂ, ജെനി ഫ്ലവേഴ്സ് 4 മണിക്ക് തുറക്കുന്നു, 5 മണിക്ക് തുറക്കുന്നു, ഇവര് 4-5 മണിക്ക് തുറക്കുന്നു. പിന്നെ എന്താ ഇത്ര ഡിഫറൻസ് ഉള്ളത്? ഇപ്പൊ എന്നെ ഇങ്ങനെ പൊഴുത്തി പറയും, ഇങ്ങനെയുള്ളവരെ പൊഴുത്തി പറയാതിരിക്കും. അപ്പൊ അതെന്തുകൊണ്ടാണ് അങ്ങനെ? നോ, ഇൻ ഫ്യൂച്ചർ സോഷ്യൽ മീഡിയക്കാരും എല്ലാ മീഡിയാസും ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ പരിഭവങ്ങൾ പറയാതെ, അയ്യോ കഫറ്റേരിയ വർക്കേഴ്സാണ്, ഗ്രോസറി വർക്കേഴ്സാണ്, കല്യാണം കഴിക്കാൻ പോകുമ്പോൾ ഇവരിങ്ങനെ പറയും, സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പറഞ്ഞ്
അവരാണ് ശരിക്കും മുത്തുകൾ, ദുബായിയുടെ മുത്തുകൾ എന്ന് പറയുന്നത്. നമുക്ക് എപ്പോൾ ആവശ്യമുണ്ടെങ്കിലും പോയി കഴിക്കാൻ പറ്റിയ ഒരു കഫറ്റേരിയ ആണിത്. സോ എപ്പോഴും പോസിറ്റീവ് എനർജി എടുക്കുക. ഓക്കെ, സോ ടീ ടൈമിന് എല്ലാവിധ ആശംസകളും ഞങ്ങൾ തരുന്നു. കീപ്പ് ഓൺ, നന്നായിട്ട് മൂവ് ചെയ്യുക, സ്റ്റാഫിനെ നന്നായിട്ട് നോക്കുക, നിങ്ങൾ നന്നായിട്ട് ജീവിക്കുക. ജീവിക്കാൻ എല്ലാവർക്കും ജീവിതം ഒന്നേ ഉള്ളൂ അല്ലേ? എല്ലാവരും ബുദ്ധിമുട്ടും, അല്ലാതൊന്നും ആർക്കും ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല അല്ലേ? ഇതെടുക്കുന്ന ഫൈസലിനും ബുദ്ധിമുട്ടുണ്ടാവും, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ബുദ്ധിമുട്ട്, നിങ്ങൾക്ക് നിങ്ങളുടേതായ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയ ആയാലും എല്ലാ മീഡിയാസിലും എന്തെങ്കിലും ഒരു ആൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അയ്യോ അവരവിടെ ആനയാണ്, അവരവിടെ ബുദ്ധിമുട്ടില്ലായിരുന്നു, എന്നിട്ട് ഇങ്ങനെയാണ് അങ്ങനെയാണ്, അങ്ങനെ പറയാതിരിക്കുക. അവരും നല്ലതായിട്ട് തന്നെയാണ് ജീവിക്കുന്നത്, അവർ ഭക്ഷണം കഴിക്കുന്നതിൽ അവർ നന്നായിട്ട് ജീവിക്കുന്നു, നല്ല അക്കോമഡേഷനാണ്. ഇങ്ങനെ നിങ്ങൾ പോസിറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഹാപ്പി ആയിരിക്കും. സോ സീ യു നെക്സ്റ്റ് എപ്പിസോഡ്. താങ്ക് യു സോ മച്ച്. ഒത്തിരി നന്ദിയുണ്ട് മുസ്തഫ വന്നതിന്. ഇത് പേടി മാറിയോ? അല്ല, അച്ഛൻ വല്ലാതെ നിർബന്ധിച്ചപ്പോ പിന്നെ ഞാൻ പറഞ്ഞ, ഞാനിങ്ങനെ ഒരു ക്യാമറക്ക് മുന്നിൽ നിൽക്കുന്ന ഒരാളോ കൂടുതലായിട്ട് യൂട്യൂബോ ഇത് യൂസ് ചെയ്യുന്ന ആളൊന്നുമില്ല. പിന്നെ അച്ഛൻ നിർബന്ധിച്ചപ്പോ അല്ല, എന്റെ ഇൻസ്റ്റാഗ്രാം കണ്ടു എന്ന് പറഞ്ഞതാണ്. അങ്ങനെ എന്നോട് ഒരാൾ പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് നോക്കണോ, അങ്ങനെ അത് നോക്കിയതാണ്. അതിന് മോശമായിരുന്നു, നല്ലതായിരുന്നു അത്. ഓ, അടിപൊളി. എനിവേ, താങ്ക് യു സോ മച്ച്. ഓക്കെ.